രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ MP രാജേഷ്, P രാജീവ്, ഈ പറഞ്ഞ വീണ ജോർജ് അടക്കമുള്ളവർ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയി കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന പൈസ അത് ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നാണ്. MP രാജേഷ് പാലക്കാട് നിന്ന് അപ്പോളോയിൽ വന്നാണ് ചികിത്സ നേടിയത്. P രാജീവിന്റെ കാര്യം ഞാൻ പറയണ്ട. 7 സ്റ്റാർ ആശുപത്രികളിലല്ലാതെ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ പോകുന്നില്ല. നേരത്തെ ജയിക്ക് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അതേ രീതിയിലുള്ള അസുഖമാണ് പിണറായി വിജയനുള്ളത്, അതേ രീതിയിലുള്ള അസുഖമാണോ രാജീവിനുള്ളത്, MP രാജേഷിനുള്ളത്, വീണ ജോർജിനുള്ളത്. വീണ ജോർജ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. ഒന്ന് സമരം കണ്ട് BP കൂടി, 2 കഴിഞ്ഞ ദിവസം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അസുഖം. ആ അസുഖത്തിന്റെ പേരിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. മന്ത്രിമാർക്ക് എന്തെങ്കിലും ഒരു ലജ്ജയുടെ ലാഞ്ചന ഉണ്ടെങ്കിൽ അവർ ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞ് കൈപ്പറ്റിയിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് ഇതാ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കണം, ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. 2, ആ ഡോക്ടർ, അദ്ദേഹത്തെ ഞാൻ ആദ്യം എതിർത്തുവെങ്കിലും അങ്ങ് പറഞ്ഞ അവസാനത്തെ പോയിന്റിനോട് ഞാൻ താതാമ്യപ്പെടുകയാണ്. മേഡത്തോട് ഞാൻ താതാമ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഇവർ രണ്ടുപേരും പറയാതെ പറഞ്ഞ വീണ ജോർജ് അംഗീകരിക്കാത്തൊരു പ്രശ്നം ഈ സംസ്ഥാനത്തുണ്ട്. അത് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഈ പറയുന്ന ലാഗാണ്, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സ്കേഴ്സിറ്റിയാണ്. ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് ഈ ഗവൺമെൻറ് മേഖലയിൽ, നഴ്സുമാരുടെ എണ്ണം കുറവാണ്. അവിടെ ഈ സിസ്റ്റം ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആപ്പ് ഉണ്ടായാൽ പോരാ, ആപ്പിനുള്ളിൽ ഡോക്ടർ കൂടി ഉണ്ടാവാനുള്ള സംവിധാനം ഇവർ ചെയ്യണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.